ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير هدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരമദയാലുവായ പടച്ചതമ്പുരാന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുവാനും മരണപ്പെടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ നാട് ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യമാണ്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. ഒരു മതവും സ്വീകരിക്കാതെ വേണമെങ്കിലും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ സംസ്ഥാനമായ കേരളത്തില് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യതിരക്തമായി മതവിശ്വാസികൾ വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണ് കഴിഞ്ഞുകൂടുന്നത്. അതങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ഈ മതപരമായ സൗഹാർദ്ദത്തെ തകർക്കുന്ന ഏത് ശ്രമങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ എതിർക്കപ്പെടേണ്ടതാണ്, ഒറ്റപ്പെടുത്തേണ്ടതാണ് എന്ന് പറയുന്നതിൽ രണ്ടഭിപ്രായമുണ്ടാവും എന്ന് തോന്നുന്നില്ല. മതസൗഹാർദ്ദത്തെയും അതുപോലെ തന്നെ മതത്തിന്റെ ആളുകളെയും അകറ്റുന്നതായ ഏത് ചെറിയ ശ്രമവും കേരളത്തിലുണ്ടായ സന്ദർഭങ്ങളിലൊക്കെ കേരളീയരായ ആളുകൾ ഒറ്റക്കെട്ടായി അവയെ അതാത് കാലഘട്ടങ്ങളിൽ എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു ചരിത്ര വസ്തുതയാണ്. ഇവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമപാലകരായ പോലീസുകാരും അതുപോലെ തന്നെ ഗവൺമെന്റുകളും വളരെ ജാഗരൂകരായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുകൂടി
ഇത്തരണത്തിൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ അവസാന ദിനങ്ങളിൽ കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ ഏതാനും ചില വോട്ടുകൾ കിട്ടുമെന്ന വിചാരത്തോടു കൂടിയോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു വർഗീയതയും വിഭാഗീയതയും ഉണ്ടാക്കണമെന്ന വളരെ ദുരഭിദിഷ്ടമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയോ നിങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കും, കാഫിർ എന്ന ഒരു സ്ക്രീൻഷോട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പറന്നു നടക്കുകയും അത് സമൂഹത്തിൽ മതസൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ ഒരു ശ്രമത്തിന്റെ ഫലമായിരുന്നു എന്നുകൂടി ഓർക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ അയൽപക്കക്കാരായി ഹൈന്ദവ സഹോദരന്മാരുണ്ട്, ക്രൈസ്തവ സഹോദരന്മാരുണ്ട്. തോളോട് തോളൊരുമിയാണ് നമ്മൾ. വ്യത്യസ്ത മതവിഭാഗത്തിൽ ആളുകളാണെങ്കിലും വളരെ സ്നേഹത്തോടു കൂടിയും സൗഹാർദ്ദത്തോടു കൂടിയും നമ്മുടെ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് കണിശമായ കാഴ്ചപ്പാടുണ്ട്. വർഗീയമായ ചിന്തയും അതുപോലെ തന്നെ വർഗീയമായ ധ്രുവീകരണവും നടത്തുക എന്നുള്ളത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് ആരും തന്നെ ഇത്തരം ശ്രമങ്ങളുമായി കൊണ്ട് പോകാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പഠിപ്പിക്കുകയാണ്. ലൈസ മിന്നാ മൻ ദആ ഇലാ അസ്ബിയ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല, അഥവാ അവർ മുസ്ലിങ്ങളല്ല. മൻ ദആ ഇലാ അസ്ബിയ, പക്ഷപാതിത്വത്തിലേക്കും വർഗീയതയിലേക്കും ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിക്കുകയാണ്. വലൈസ മിന്നാ മൻ ഖാതല അലാ അസ്ബിയ, അതുപോലെ തന്നെ വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലപ്പെടുന്നവൻ, അതിനുവേണ്ടി സംസാരിക്കുന്നവൻ, അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നവൻ, അവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലൈസ മിന്നാ മൻ മാത അലാ അസ്ബിയ, വർഗീയതയ്ക്ക് വേണ്ടി മരണപ്പെടുന്നവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വർഗീയമായി പല മതങ്ങളായ ആളുകളും പല മതവിശ്വാസികളും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്നവരുണ്ടാവും. അവരുമായി സ്നേഹത്തോടെയും അതുപോലെ തന്നെ അനുകമ്പയോടുകൂടിയും പരസ്പര സഹായത്തോടു കൂടിയുമാണ് ജീവിക്കേണ്ടത് എന്ന മഹത്തരമായ സന്ദേശമാണ് ഇസ്ലാമിന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുള്ളത്. എന്നാൽ ഇതിന് എതിരായി കാഫിർ എന്ന പദം ഒരു ഇസ്ലാമികമായ സാങ്കേതിക പദമാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. ഇത് എല്ലാ മതങ്ങളിലുമുണ്ട്. ഇങ്ങനെ ചില സാങ്കേതിക പദങ്ങൾ ഓരോ മതങ്ങളും അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ക്രൈസ്തവ സഹോദരന്മാരും ജൂത സഹോദരന്മാരും അവരുടെ മതത്തിൽപ്പെടാത്ത ആളുകളെ കുറിച്ച് അവർ പറയുന്ന സാങ്കേതിക പദമാണ് വിജാതീയർ. എന്നാൽ അവരുടെ മതത്തിൽപ്പെടാത്ത ആളുകൾ, അതുപോലെ തന്നെ ഹൈന്ദവ മതങ്ങളിലെ പുരോഗമനമായ അല്ലെങ്കിൽ സവർണന്മാർ പറയുന്ന മറ്റൊരു പേരാണ് മ്ലേച്ഛന്മാർ. അത് അവരുടെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സാങ്കേതിക പദങ്ങളാണ്. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിലും അങ്ങനെ തന്നെ ഒരുപാട് സാങ്കേതിക പദങ്ങൾ ഉണ്ടാവും. കാഫിർ, അതുപോലെ തന്നെ മുജാഹിദ്, ജിഹാദ്, ഇങ്ങനെയുള്ള ഒരുപാട് പദങ്ങൾ. ഈ പദങ്ങളൊക്കെ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് സംഗതി, കാഫിർ എന്ന പദം നമ്മുടെയൊക്കെ പൊതുസമൂഹത്തിന്റെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ ആളുകളുടെ വിചാരം എന്താ? കാഫിർ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കളാണെന്നാണ്. ഇസ്ലാം ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. കാഫിർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ അവരാകാം, അമുസ്ലിങ്ങളാകാം, എന്തിനേറെ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പോലും ചിലപ്പോൾ കാഫിർ എന്നുള്ള പദം ഉപയോഗിച്ചതായി, അതും അല്ലെങ്കിൽ അതിന്റെ ചില പദരൂപങ്ങൾ വിശദീകരിച്ചതായി ഉപയോഗിച്ചതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കാൻ അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫമൻ തറകഹാ ഫഖദ് കഫറ. എന്താ പറഞ്ഞത്? നിർബന്ധമായ 5 വക്തിലെ നമസ്കാരത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നതായിരിക്കാം. അത് മുസ്ലിമായ ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ടുന്ന ആരാധനാ കർമ്മമാണ്. അത് മനഃപൂർവ്വം കരുതിക്കൂട്ടി
അത് നിർബന്ധമില്ല എന്ന രൂപത്തിൽ ഒരാൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താ? ഫഖദ് കഫറ, അവൻ കാഫിറായിരിക്കും എന്നാണ്. ഇപ്പൊ കാഫിർ എന്ന പദം കൊണ്ട് ഇസ്ലാം താല്പര്യപ്പെടുന്നത് അത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല, വിശ്വാസത്തിന് വിരുദ്ധമായി കൊണ്ട് പ്രവർത്തിക്കുന്ന ആരുണ്ടോ അവർക്കൊക്കെ ഈ പദം ഉപയോഗിച്ചതായി വിശുദ്ധ ഖുർആനിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരാൾ കുഫ്റിന്റെ പണി ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കാം, ഒരാൾ ശിർക്കിന്റെ പണി ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കാം, എങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് നമുക്ക്, മനുഷ്യരായ നമുക്ക്, കുഫ്റിന്റെ പണി ചെയ്തവനെ കുറിച്ച് അയാൾ കാഫിർ എന്ന് പറയാൻ നമുക്ക് പാടില്ല. ഒരാൾ ശിർക്കിന്റെ പ്രവർത്തനമാണ് ചെയ്തത് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും അയാൾ മുശ്രിക്കാണ് എന്ന് പറയാൻ പ്രവാചകനോ അള്ളാഹുവോ നമ്മോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല. മറ്റൊരാളെ കുറിച്ച് നമ്മൾ അയാൾ മുസ്ലിമല്ല, മുസ്ലിമായ ഒരു മനുഷ്യൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലിയ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ അയാൾ മുസ്ലിമല്ല എന്ന് പറയാനുള്ള അധികാരവും സർട്ടിഫിക്കറ്റും അതിന്റെ യോഗ്യതയും മുസ്ലിമായ ഒരു മനുഷ്യന് അള്ളാഹുവോ അവന്റെ പ്രവാചകനോ നൽകിയിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. കാഫിർ എന്ന പദത്തിന്റെ ഒരു വിപരീത അർത്ഥമാണെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം മുഅ്മിൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 136 ആയത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. മൂമിൻ എന്നതിന്റെ ഒരു വിപരീത അർത്ഥമാണ്, അഥവാ സത്യവിശ്വാസി, അസത്യവിശ്വാസി അല്ലെങ്കിൽ സത്യനിഷേധി. ഇതാണ് അതിന്റെ വിപരീതാർത്ഥം. ഈ സത്യനിഷേധിയായ ആളെ കുറിച്ചാണ് നമ്മൾ കാഫിർ എന്ന് പലപ്പോഴും പറയാറുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹദീദിലെ 20 ആയത്തിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത് കാഫിർ എന്ന പദത്തിന് കൃഷിക്കാരൻ എന്ന അർത്ഥം കൂടി ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആയിജബൽ കുഫാറ നബാതു, അല്പം ദീർഘമായ ആയത്താണ്. ആയത്തിന്റെ ഇടയിൽ അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ് ആയിജബൽ കുഫാറ നബാതുഹു. അവിടെ കുഫാർ കാഫിറിന്റെ ജമ്മാണ്. അവിടെ കുഫാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിശ്വാസി എന്നല്ല, കർഷകനാണ്. കർഷകന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കൃഷി കാണുമ്പോൾ, അവരുടെ കൃഷി മുളച്ചു കാണുമ്പോൾ അവരെ അത് ആശ്ചര്യപ്പെടുത്തുമെന്ന് സൂറത്ത് ഹദീദിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നു. കാഫിർ എന്ന പദത്തിന്റെ വിപരീത ബഹുവചനമാണ് കാഫിറൂന എന്നുള്ളത്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഞാൻ ഓതി വെച്ച 109 സൂറയ്ക്ക് അല്ലാഹു തആല പേര് കൊടുത്തിരിക്കുന്നത് കാഫിറൂൻ എന്നാണ്. കാഫിറൂൻ എന്നാൽ കാഫിർ എന്നതിന്റെ ബഹുവചനമാണ് കാഫിറൂൻ, സത്യനിഷേധികൾ. ഇവിടെ കൃഷിക്കാരെ കുറിച്ച് അല്ലാഹു തആല കുഫാർ എന്ന് പറയാനുള്ള കാരണം എന്താ? അത് അവര് സാധാരണഗതിയിൽ കൃഷിയോഗ്യമാകുന്ന ഭൂമിയിൽ വിത്തുകൾ അവർ അവിടെ കുഴിച്ചിടുകയും ആ വിത്തുകളെ മണ്ണുകൊണ്ട് മറക്കുകയും ചെയ്യും, മണ്ണിട്ട് മൂടും. അപ്പൊ ഒരു വിത്തിനെ മണ്ണിട്ട് മൂടുന്നത് കൊണ്ടാണ്, മറച്ചു വെക്കുന്നതാണ് ഇവരെ കുഫാർ എന്നുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചിരിക്കുന്നത്, അഥവാ കർഷകർ. ഇതേ സത്യത്തെ മൂടിവെക്കലാകുന്നു സത്യത്തിൽ കാഫിർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് വിശുദ്ധ ഖുർആൻ ഞാൻ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ 109 സൂറ. ആ സൂറയുടെ പേര് തന്നെ അൽ കാഫിറൂൻ എന്നാണ്. സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ. ഈ ആയത്ത്, ഈ സൂറത്ത് ഇറങ്ങുവാൻ ഒരു കാരണമായി ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്ന സംഗതിയുണ്ട്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുറൈശി പ്രമുഖന്മാരായിട്ടുള്ള ആളുകൾ കൊണ്ട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങള് നിന്റെ മതത്തെ പിൻപറ്റാം, നീ ഞങ്ങളെ മതത്തെയും പിൻപറ്റുക, നീ ആരാധിക്കുന്ന ആരാധനെ ഞങ്ങൾ ആരാധിച്ചു കൊള്ളാം, നീ ഞങ്ങൾ ആരാധിക്കുന്ന ആരാധന നീയും ആരാധിക്കുക എന്ന്. ഇത് കേട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅദല്ലാഹ്, അല്ലാഹുവിൽ ശരണം. എന്താ നിങ്ങൾ പറയുന്നത്? ഇത് വലിയ ബഹുദൈവ വിശ്വാസമല്ലേ? ഈ സാഹചര്യത്തിലാണ് വിശുദ്ധ ഖുർആനിലെ 109 സൂറ അല്ലാഹു തആല ഇറക്കുന്നത്. കുൽ, പറഞ്ഞു കൊടുക്കുന്നത്, യാ അയ്യുൽ കാഫിറൂൻ, സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, അതുപോലെ തന്നെ ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. വലാ അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിച്ചു വരുന്നവനല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങൾ ആരാധിക്കുന്നവരല്ല. ലക്കും ദീനുക്കും വലിയത്. ഇസ്ലാം അതിന്റെ വളരെ കൃത്യമായിട്ടുള്ള അതിന്റെ നിലപാട് വിശദീകരിക്കുകയാണ്.
ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ആ മതം അനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം. വലിയ ദീൻ, എനിക്ക് എന്റെ മതവും. ഈ കാര്യമാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന. ഒരു പൊതുസമൂഹം ജീവിക്കുന്ന വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളായ ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് നമ്മുടെ നിലപാട് എന്തായിരിക്കണം? അവർക്ക് അവരുടെ മതം അനുസരിച്ച് കൊണ്ട് ജീവിക്കാം, അവരുടെ ആരാധ്യന്മാരെ ആരാധിച്ചു കൊണ്ട് ജീവിക്കാം. നമുക്ക് നമ്മുടേതായ ആദർശം നിലപാടുമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, സത്യത്തെ മറച്ചു വെക്കലാണ് സത്യത്തിൽ കുഫർ. യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കലാണ്. ഈ യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ, നമ്മയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ, ഈ ആകാശ കോടികളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാനെ നിഷേധിക്കുക എന്നുള്ളതും ആ പടച്ച തമ്പുരാന് മാത്രം ലഭിക്കേണ്ടുന്ന ആരാധനാ കർമ്മം പടച്ച തമ്പുരാൻ അല്ലാത്തവരിലേക്ക് പോവുക എന്ന് പറയുന്നതുമാണ് ഏറ്റവും വലിയ സത്യനിഷേധം. ഇതാണ് വിശുദ്ധ ഖുർആൻ ഈ സൂറത്തിലൂടെ നമുക്ക് പഠിച്ചത്. അതിൽ ഒരു കോംപ്രമൈസ് ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം അനുസരിച്ചുകൊണ്ട് ജീവിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധ്യന്മാരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പക്ഷേ എന്നതിന് ലഭിക്കുകയില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത്, ഈ സൂറയിൽ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇസ്ലാം കാഫിർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിൽ തന്നെ ചിലപ്പോൾ കുഫ്രിയത്ത് വരും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ അയാൾ മദ്യപിക്കുകയാണ് എങ്കിൽ അയാൾ എന്ത് വന്നു? ഈമാൻ പോയി, അവിടെ കുഫ്ർ വന്നു. ഇത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കുവാനും കുഫ്രിയത്ത് അഥവാ സത്യനിഷേധത്തിന്റെ ഒരു ഭാഗത്തിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാണ്. എപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യത. ഈ സൂറ ഇതിനെക്കുറിച്ച് ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും. മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ കഅബാലയം തവാഫ് ചെയ്തതിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഓതിയിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സുബൈ നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുണ്ട്. വളരെ പ്രബലമായ സുന്നത്താണ്. ഈ സുന്നത്ത് നമസ്കാരത്തിലും മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇത്രയേ ഉള്ളൂ. ഓരോ മതവിഭാഗത്തിലെ ആളുകൾക്കും അവരുടെ ആശയവും അവരുടെ വിശ്വാസവും അനുസരിച്ചുകൊണ്ട് ജീവിക്കാം. അതാണ് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുന്നത്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിന്റെ സമീപനങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ സമൂഹത്തെയും, മുസ്ലിങ്ങളെ മാത്രമല്ല, മുഅ്മിനീങ്ങളെ മാത്രമല്ല, ഈ ലോകത്ത് മനുഷ്യരായി ജനിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ആദരിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. വിശുദ്ധ ഖുർആൻ കൃത്യമായി സൂറത്ത് ഇസ്രായിലെ 70-ാമത്തെ വചനത്തിൽ പറയാണ്, അവിടെ മുസ്ലിങ്ങളെ മാത്രമല്ല ആദരിക്കുന്നത്, അള്ളാഹുവിനെ നിഷേധിക്കുന്ന മനുഷ്യന്മാരെയും ലോകത്തുള്ള എല്ലാ രാജ്യത്തിലെ മനുഷ്യന്മാരെയും മനുഷ്യരാണോ ആ മനുഷ്യരെ മുഴുവനും ആദരിക്കുന്ന മതമാണിത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കാണ്, വലക്കത് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. ആദമിന്റെ മക്കളാരാ? മുസ്ലിങ്ങൾ മാത്ര അല്ല. ഇവിടത്തെ മുസ്ലിം സഹോദരന്മാരും ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും അതുപോലെ തന്നെ ജൈനന്മാരും പാഴ്സികളും എല്ലാ ആളുകളും, മതമില്ലവരും മതമില്ലാത്തവരും എല്ലാ രാജ്യക്കാരെയും അള്ളാഹു സൂചിപ്പിക്കുകയാണ്, നിങ്ങളെയൊക്കെ ഞാൻ ആദരിച്ചിട്ടുണ്ട്. എത്ര വിശാലമായ ഒരു കാഴ്ചപ്പാടാണ്, എത്ര മാനവികമായ ഒരു കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഹമൽനാഹു ഫിൽ ബരി വൽ ബഹ്ർ, നിങ്ങളെ സമുദ്രത്തിലും അതുപോലെ തന്നെ കരയിലും നാം നിങ്ങളെ വഹിച്ചിരിക്കുന്നു. വറസഖനാഹു മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾക്കിതാ ഈ ഭൂമിയിൽ നിന്നും നല്ലത് നാം നിങ്ങൾക്ക് ഭക്ഷണമായി നൽകുകയും ചെയ്തിരിക്കുന്നു. വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല, ഈ സൃഷ്ടികളിൽ ഭൂരിഭാഗം ആളുകളെക്കാളും നിങ്ങളെ നാം ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമ്മളൊരാൾ അവിശ്വാസിയാണ് എന്ന കാരണത്താലോ, അല്ലെങ്കിൽ അവൻ ഹൈന്ദവനാണ് എന്ന കാരണത്താലോ, അവൻ മുസ്ലിം അല്ല എന്ന കാരണത്താലോ അള്ളാഹു ഒരു മനുഷ്യനെയും മികയ്ക്കുന്നില്ല.
എല്ലാവരെയും ആദരിക്കണം. അവർക്ക് അവരുടേതായ ബഹുമാനവും ആദരവും അവരുടെ വ്യക്തിത്വവും അംഗീകരിച്ചു കൊണ്ടായിരിക്കണം ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആന്റെ പല പരാമർശങ്ങളും നോക്കൂ നിങ്ങൾ. പല സമയങ്ങളിലുള്ള ആയത്തുകൾ എങ്ങനെയാണ്? യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്. ഖുർആന്റെ സംബോധന എങ്ങനെയാണ്? മനുഷ്യരെ, മനുഷ്യരെ എന്നാണ് ഖുർആന്റെ സംബോധന. അവിടെ മുഅ്മിനീങ്ങളെ എന്നല്ല, മുസ്ലിങ്ങളെ എന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യക്കാരെ എന്നല്ല, ലോകത്തുള്ള മനുഷ്യരെ. യാ അയ്യുഹന്നാസ്, ഇതാണ് ഖുർആനിന്റെ മാനവിക മുഖം. എല്ലാ മതക്കാരെയും, എല്ലാ ജാതിക്കാരെയും, എല്ലാ രാഷ്ട്രക്കാരെയും, എല്ലാ കറുത്തവനെയും വെളുത്തവനെയും, എല്ലാ വിഭാഗം മനുഷ്യരെയും സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. ഞാൻ നിങ്ങളെ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെ മാത്രമല്ല, ലോകത്തുള്ള സകലമാന മനുഷ്യരെയും. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടോടുകൂടിയാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കുഫ്രിയത്ത് വരാതെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ, നമ്മുടെ ജീവിതത്തിൽ നന്ദികേട് കാണിക്കാതെ സത്യത്തോടുകൂടി അള്ളാഹുവിൽ കീഴ്പ്പെട്ടുകൊണ്ട്, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, അവനെ കീഴ്പ്പെട്ടുകൊണ്ട്, അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കുക. സർവശക്തനായ തമ്പുരാൻ നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്.